എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഒന്ന് എണീച്ചുള്ളൂ കേട്ടോ, പല്ലൊന്നും തേച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഒന്ന് റെഡി ആവണം. ഞാൻ ഇന്നലെ ഇവിടെ ഒരു മലയാളി ഉണ്ടായിരുന്നു കേട്ടോ, BSF വർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ടെൻറ്റ് അടിക്കാൻ ഒരു സ്ഥലം റെഡിയാക്കി തന്നു. ഇവിടെ ടെൻറ്റ് അടിക്കാനൊന്നും ഞാൻ പറയില്ല, ടെൻറ്റ് അടിക്കൽ കുറച്ച് പണിയാണ്. അപ്പോൾ സ്ഥലങ്ങളൊന്നും അങ്ങനെ കിട്ടില്ല കേട്ടോ. പോലീസിൻ്റെ വക ഇത് ചെക്കിങ്, പിന്നെ അതുപോലെ തന്നെ അവിടെ പെർമിഷൻ എടുക്കണം, അങ്ങനെ ഒരു നൂലാമാലകളുണ്ട്. അതാണ് നമുക്ക് ഇവിടെ ടെൻറ്റ് അടിക്കാൻ പറ്റാത്തത്. അപ്പോൾ അത് കണ്ടില്ലേ, നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ അടിച്ചത്. ഇപ്പോൾ രാവിലെ നല്ല കാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേ ഒരു ഈച്ചയൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. നല്ല കാറ്റുണ്ട്. ഇന്നലെ രാത്രി എനിക്ക് ടെൻറ്റ് അടിക്കാനേ പറ്റില്ല, വൈകിട്ട് ടെൻറ്റ് അടിക്കാനേ പറ്റില്ല, കാരണം ടെൻറ്റ് പറന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ. അങ്ങനെ നമ്മൾ ടെൻറ്റൊക്കെ അടിച്ച് പിന്നെ അതേ സൈക്കിൾ ഇവിടെ ഉണ്ട്. പിന്നെ എൻ്റെ പാൻറ്റ് ജസ്റ്റ് ഒന്ന് ഉണക്കാനൊക്കെ ഇട്ടേക്കണേണ്ട. നല്ല കാറ്റുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ കെട്ടിയിട്ടേക്കണായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പല്ലൊക്കെ തേച്ചൊന്ന് സെറ്റാകുന്നുണ്ട്, എന്നിട്ട് നമുക്ക് ഇറങ്ങാം കേട്ടോ. നമ്മുടെ സൈക്കിളെല്ലാം സെറ്റാക്കി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് കേട്ടോ, അത് നിങ്ങളൊന്ന് കണ്ടിട്ടോ കേട്ടോ. ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. നമ്മൾ രാവിലെ എണീച്ചേട്ടാ, നമ്മുടെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചത് ഇവിടെയാണ്. അങ്ങനെ രാവിലെ എണീച്ച് ഏകദേശം 5:30 ആയിട്ടുള്ളൂ കേട്ടോ. 5:30 ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. നല്ല രീതിയിൽ വെളുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 4-4:30 ഇവിടെ വെളുക്കും കേട്ടോ, സൂര്യൻ വെളുക്കും. ചെറിയ രീതിയിൽ വെയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പലയിൽ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടൗണാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം സാധനങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടും. കണ്ടില്ലേ പലയിൽ ഞാനൊക്കെ അടച്ചിരിക്കുന്നത്, കാരണം ഇത് വന്നവഴിക്ക് ഭയങ്കര കയറ്റവും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മൊറേ പോണ റൂട്ടിലാണ്. നമ്മൾ ഇന്നലെ അവിടെ ആസാം റൈഫിലുണ്ട്. അപ്പോൾ അവരുടെ അടുത്താണ് ടെൻറ്റ് അടിച്ചത്. ചെറിയൊരു ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ ടെൻറ്റ് അടിച്ചത്. അപ്പോൾ അവിടെ ഒരു മലയാളി ഉണ്ടായിരുന്നു, കേരളത്തിൽ ഒരു സാറുണ്ടായിരുന്നു. അപ്പോൾ സാറ് എനിക്ക് അവിടെ പെർമിഷൻ തന്ന് അങ്ങനെ ടെൻറ്റ് അടിച്ചിട്ടാ. രാത്രിയിലെ ഫുഡും രാവിലത്തെ ഫുഡും ഉൾപ്പെടെ എല്ലാം എനിക്ക് അവിടെ നിന്ന് തന്നിട്ടാ പാവം. അങ്ങനെ എന്തായാലും സാറിൻ്റെ പേര് സാമൂൽ കുട്ടി എന്നാണ്. അപ്പോൾ സാറാണ് എനിക്ക് തന്നത്. അങ്ങനെ സാറിനോട് നന്ദിയൊക്കെ പറഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവിടെ തന്നെ. എല്ലാ ആൾക്കാരും ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം ഇവിടെ അല്ലാത്തടത്തൊന്നും നമുക്ക് ടെൻറ്റ് അടിക്കാൻ പറ്റും കേട്ടോ, പെർമിഷൻ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ കയറി വന്ന വഴിയാണ്ട് ഈ കാണാം. അതായത് നമ്മൾ ഇന്നലെ ഈ വഴി കൂടിയാണ് വന്നത്. അങ്ങനെ വന്ന് ഇങ്ങനെ കയറി വന്നിട്ടാ. ഇനി ഇവിടുന്ന് കയറി വേണം ഫുള്ള് പോകാൻ മൊറയിലേക്ക്. സൈക്കിൾ ഇവിടെ ഇപ്പം ഉണ്ട് കേട്ടോ, കാരണം സൈക്കിളിൻ്റെ സ്റ്റാൻഡ് നമ്മൾ വെച്ചല്ല, അത് വീണ്ടും പണിയായിട്ടാ. പുതിയത് വെച്ചതാണ്, അത് കുറച്ച് സീനായിട്ട് അത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വെക്കണം. മറ്റേ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ റിട്ടേൺ പോകണമെങ്കിൽ അത് വെക്കാമെന്ന് വെച്ച് നമ്മൾ ഇരിക്കണതിൻ്റെ വ്യൂ നോക്കി അടിപൊളിയാണ് കേട്ടോ, സെറ്റപ്പാണ്. പിന്നെ അത് അവിടെയൊക്കെ മേലിലൊക്കെ എന്തോ ഒരു വീട് പോലെയൊക്കെ, വീടല്ല ചെറിയൊരു ഹട്ടുണ്ട് കേട്ടോ. ഈ ഒരു കയറ്റം ഇങ്ങനെ കയറി വേണം കേട്ടോ അങ്ങനെ പോകാൻ. അവിടെ മേലിലും എന്തോ പരിപാടിയൊക്കെ ഉണ്ട്, ഹട്ട് പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. ഇതുണ്ടല്ലോ ഫുള്ളും മണ്ണ് ഒലിച്ച് പോയതാണ് കേട്ടോ, അതായത് ഈ ഫുള്ള് കുഴിയാണ്. ഇത് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടേക്ക് എന്തോ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ ഇടിഞ്ഞ് ഒലിച്ച് പോയതാണെന്ന് തോന്നുന്നുണ്ടോ മഴയിൽ. നമ്മൾ പോണ റൂട്ടാണ്. ഇവിടെ നിന്ന് കുറച്ച് ഇറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുഴുവൻ ഇറക്കമാണോയെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് അങ്ങാടാട്ടോ പോകേണ്ടി വരുമെന്ന് തോന്നണ്ട. കൊള്ളാട്ടോ, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാലാവസ്ഥ. ഇടയ്ക്ക് ചെറിയ വെയിലും ഇടയ്ക്ക് തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് വണ്ടികൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് വയ്യ പോകട്ടോ. അങ്ങനെ മോറെ ഇൻഡോ മ്യാൻമർ ബോർഡർ 34 കിലോമീറ്റർ കേട്ടോ. ഫുള്ള് ഇറക്കമാണ്. ബ്രേക്കൊക്കെ സീനാണ് കേട്ടോ. ബ്രേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകണുണ്ട്, കാരണം ബ്രേക്ക് തീർന്നിരിക്കണേ കേട്ടോ, അതാണ് പ്രശ്നം. എന്തായാലേ പയ്യെ പോവാട്ടോ. ഒരു ഇറക്കം ഇറങ്ങിപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഒരു പയ്യനെ കണ്ട്, ഹായ് आपका नाम क्या है? कमाल अकमल मोहम्मद पठान. अच्छा हाय पठान भाई. तो ये क्या है भैया ये सामान? ये BSF का सब्जी है. ओ BSF का लोड है ना? BSF बटालियन गए सब्जी इनको पहुंचाने जा रहा हूँ. अच्छा वो किधर? BSF तो हमारे हिंदुस्तान का बहादुर है, इनका तो भाई खिदमत करना चाहिए. ये मोरे जाएगा? जी मोरे जाएगा. हमारे लिए वो देश के बॉर्डर पर वो BSF खड़ा है, तो हम इनके लिए भी लेके जा सकते हैं. गर्मी हो चाहे सर्दी हो, मौसम हो. तो इधर का मौसम तो अलग अलग होता है, मतलब ये तो गर्म आएगा ठंडा आएगा. यहाँ का मौसम है ना, ये जो मोरे हो बोलते हैं ना, एकदम बर्मा की बाजू है, 1-2 कदम का फासला है. मोरे में जैसे गुजरात में और बाहर में जो मणिपुर के बाहर में गर्मी होता है, इसी तरह गर्मी होता है. और यहाँ से 50 किलोमीटर जाएगा, जैसे कि मेरा गांव है, वहाँ सोरा है, इम्फाल है, थौबाल है, जितने भी गांव है वहाँ पे ठंडक है, गर्मी नहीं है. നമ്മൾ പോകണേക്കാണ് പുള്ളീനെ കണ്ട. അപ്പോൾ എന്തായാലും കണ്ടതിന് സന്തോഷമുണ്ട്. ഓക്കെ ഭയ്യ. നമ്മൾ പുള്ളീനോട് യാത്രയൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. ഇപ്പോൾ അതേ ഇനി ഏകദേശം മുറ 25 കിലോമീറ്റർ. പിന്നെ അതേ മാൻഡലേ എന്ന് പറയുന്ന സ്ഥലം ഏകദേശം 495 കിലോമീറ്റർ. ഈ മാൻഡലേ എന്ന് പറയുന്നത് ശരിക്കും മ്യാൻമറിലാണ് കേട്ടോ. മാൻഡലേ ഈ റൂട്ട് നേരെ പോണത് മ്യാൻമറിലേക്കാണ് കേട്ടോ.
എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു ഇത്ര ഇതുവരെ ലിമിറ്റ് വരെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു, അറിയില്ല. ഇപ്പോൾ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഭയങ്കര സീനാണ് കയറലും. പിന്നെ അത് എനിക്ക് കയറി കയറി എന്തെങ്കിലും പറ്റുവാന്നൊന്നും ഒരു പിടുത്തമില്ല. എനിക്കറിയില്ല, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. നമ്മൾ അവിടെ ചെന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ അല്ലെങ്കിൽ അവിടെ ബോർഡറിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാലേ ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉൾപ്പെടുത്താൻ മാക്സിമം നോക്കാട്ടാ. നല്ല വെയിലുണ്ട് കേട്ടാ, നല്ല കയറ്റവും. ഇങ്ങനെ തള്ളിത്തള്ളിയാണ്ട് കയറണ ഏതൊരു കമ്പി പൊട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വെയിലാണ്, എവിടെയും ഒരു വീടൊന്നുമില്ല കേട്ടാ. കുറച്ചങ്ങ് പോകേണ്ടി വരുമെന്ന് തോന്നുന്നു. 2 ബോട്ടിൽ വെള്ളം തീർന്നേട്ടാ, ഇനി ഇത് മാത്രമേ ഉള്ളൂ. ഭയങ്കര കയറ്റോണ്ടാ. പിന്നെ അതുപോലെ തന്നെ നല്ല വെയിലും, നല്ല കയറി കയറി പോവാ. അതാണ്, അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ എവിടെയും സ്ഥലമില്ല. ചോദിക്കുക ഞങ്ങൾ, ഫുള്ള് വെയിലാണ്, എവിടെയും മരങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതാണ് പ്രശ്നം. അവിടെയൊക്കെ മരമൊക്കെ ഉണ്ടെങ്കിലും കയറിക്കാൻ പറ്റും, അവിടെ തണൽ കാര്യങ്ങളൊന്നുമില്ല. അതാണ് പ്രശ്നം കേട്ടോ. നമ്മൾ ഇത്ര നേരത്തെ കയറ്റത്തിന് ശേഷം എന്താ ഇപ്പോഴാണ് ഒരു ചെറിയ ഇറക്കം കിട്ടിയ. പിന്നെ ചെറിയൊരു വില്ലേജ് പോലത്തെ ഒരു സംഭവം എത്തി. ഭയങ്കര വെയിലാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു കടയുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മേടിക്കാമല്ലാന്ന് വെച്ചു, കാരണം നല്ല വിശപ്പുണ്ട്. എൻ്റെ കയ്യിൽ മാഗി ഇരിപ്പുണ്ട് കേട്ടോ, അത് ഉണ്ടാക്കണം, വെള്ളമില്ല. ഇപ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് ഇനി അങ്ങാടേക്ക് ഇറക്കം കാണിക്കാണ്ട്, അതാണ് തോന്നുന്നു കേട്ടോ ഇറങ്ങിപ്പോകാനുള്ളത്. ഒരു ലഡ്ഡു മേടിച്ചേട്ടോ, പിന്നെ ഒരു വെള്ളം മേടിച്ച് 10-ൻ്റെ, പിന്നെ ഒരു മിച്ചർ പോലത്തെ സാധനം മേടിച്ചേട്ടോ. വേറെ ഒന്നും ഇല്ല ഇവിടെ, അതാണ് പ്രശ്നം. കണ്ടില്ലേ നമ്മുടെ സൈക്കിൾ അവിടെ ഇപ്പം ഉണ്ട് കേട്ടോ. എന്ത് കേട്ടോ വെയിൽ, ഒക്കെ പൊളിഞ്ഞ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ച് വെള്ളം ഫില്ല് ചെയ്യാനും പറ്റില്ല ഇവിടെ, അതാണ്. പിന്നെ എന്തെങ്കിലും അടിയിൽ ചെന്നിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ച് ഇപ്പോൾ തൽക്കാലം ഇത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങാം കേട്ടോ. അങ്ങനെ മോറേ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ, കണ്ടില്ലേ മോറേ. അങ്ങനെ ഇപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ബോർഡറാണ്. എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ ബോർഡറിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റുമെങ്കിൽ പോകട്ടെ, അല്ലെങ്കിൽ നമുക്ക് രാവിലെ പോവാം. പിന്നെ അതുപോലെ തന്നെ കട്ട് ചെയ്ത് വേറൊന്നുമില്ല, ഇവിടെ ഒരാൾ കൂടെ വന്നിട്ട്. ഹായ് ബ്രോ, വാട്ട്സ് യുവർ നെയിം? Lalboy. You are from More. Oh, you are a footballer? We are just playing. Oh, is the team name? What's the name? MR Staff. Yes. Okay. Oh, nice. Model Residential School. Oh, More. So we are having a friendly match with the More College. Oh. So that is why I just come. Oh, in where? There is chicken there. Sikkim. Okay. Okay, bro. Nice to meet you. Okay, see you. Thank you for coming all the way. Thank you. Okay, bye. ഓക്കെ, നേരെ പോകുന്നത് മ്യാൻമറിലേക്കാണ്. അതായത് മ്യാൻമർ ബോർഡർ ഏകദേശം 1 കിലോമീറ്ററിലോട്ടാണ്. ഇവിടെ അത്യാവശ്യം കുറേ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേയൊക്കെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നേരത്തെയൊക്കെ ഇവിടെ നിന്ന് ഒരുപാട് മ്യാൻമറിൽ നിന്ന് ഡ്രസ്സുകൾ സാധനങ്ങളൊക്കെ ഒരുപാട് വരുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ബോർഡർ ക്ലോസ് ആണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ എന്താണ് എന്നൊക്കെ. ത്തേക്ക് ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ വരുമായിരുന്നു കേട്ടോ മ്യാൻമറിൽ നിന്ന്. ഇപ്പോൾ മ്യാൻമർ ബോർഡർ ക്ലോസ് ആണെന്ന് തോന്നുന്നത്. പിന്നെ ഇവിടെ അത്യാവശ്യം തമിഴ്നാട്ടിൽ ഒരുപാട് ആൾക്കാർ വന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു കമ്മ്യൂണിറ്റിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്, തമിഴ് സംഘം എന്ന് പറയണത്. അപ്പോൾ അന്വേഷി കുറേ പേരെ കണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് താമസിക്കാൻ എവിടെയെങ്കിലും സ്ഥലം കിട്ടുമെന്ന് തോന്നണം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പം നിൽക്കണത് ഇന്ത്യയിലും ഇതിൻ്റെ ഇപ്പുറത്ത് മ്യാൻമറാണ്. അതായത് ഈ ഒരു ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഇപ്പുറത്ത് മ്യാൻമാർ, ഇത് ഇന്ത്യ കേട്ടോ. ഇത് ഇന്ത്യ, ഇത് മ്യാൻമാർ. കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗേറ്റ് ഉണ്ട് കേട്ടോ. കാരണം അത് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അറിയില്ല എത്രമാത്രം കാണാൻ പറ്റുമെന്ന്, നമുക്ക് എന്തായാലും പോയി നോക്കാം. കാരണം ഇപ്പോൾ പ്രശ്നങ്ങൾ നടപ്പുണ്ട് കേട്ടോ, അവിടെ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു മലയാളി ഉണ്ടായിരുന്നു, ഒരു പട്ടാളക്കാരനാണ്. അപ്പോൾ ആളെന്നോട് പറഞ്ഞത് ഇവിടെ രാത്രിയൊക്കെ നല്ല വെടിവെച്ചകളും കാര്യങ്ങളൊക്കെ കേൾക്കാമെന്ന് പറഞ്ഞു. കാരണം ഇങ്ങാടേക്ക് കുഴപ്പമില്ല, നമ്മുടെ ഇന്ത്യയിലേക്ക് കുഴപ്പമില്ല, അപ്പുറത്ത് മ്യാൻമാറിൽ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരുപാട് നാൾ വരെയും ഈ ഡ്രസ്സുകൾ അതേപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടും വരും, ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പോകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ടില്ല, കാരണം അവർ ഗേറ്റ് അടച്ചിട്ടാണ്, ക്ലോസ് ചെയ്ത്. ഇവിടെ നമുക്ക് അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. മ്യാൻമറിലേക്ക് വിടൂല. ഈയിടയ്ക്ക് കഴിഞ്ഞ ദിവസം 2 മ്യാൻമറിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വന്നെന്നാണ്ട് കേട്ടോ. അതും ഒരുപാട് ഇതൊക്കെ ഉണ്ട്, റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് കുറച്ചും കൂടെ പോകാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ കറക്റ്റ് നിൽക്കണത് കണ്ടില്ലേ, തൊട്ടിപ്പുറത്ത് മ്യാൻമറാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു സാറുണ്ടായിരുന്നു, ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ നിൽക്കണ ഇന്ത്യയിലാണ് കേട്ടോ. നമ്മൾ ഫൈനലി മ്യാൻമർ ബോർഡറിലെത്തിയിട്ടോ. അതായത് ഇന്ത്യ മ്യാൻമർ ബോർഡറിലാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് ഫ്രണ്ട്ഷിപ്പ് ബോർഡർ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവിടെയൊക്കെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ആളുകൾ താമസിക്കേണ്ടത്. ഇത് മ്യാൻമറാണ്, ഇത് ഇന്ത്യ ആണെങ്കിലും ഇത് മ്യാൻമറാണ് കേട്ടോ വന്നത്.
പിന്നെ അതിൻ്റെ അടുത്തൊരു നദിയാണ് കേട്ടോ അടിയിൽ കൂടെ. ഈ ഒരു ബ്രിഡ്ജ് നേരത്തേക്ക് ഓപ്പൺ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഓപ്പൺ അല്ല കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് എന്തോ 2 പേരെന്തോ വന്ന് മ്യാൻമറിൽ നിന്ന് ഇങ്ങാടേക്ക് ഇന്ത്യയിലേക്ക് വന്നെന്നാണ് കേട്ടത്. പക്ഷേ അതും ഒരുപാട് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം രാത്രിയിലൊക്കെ ഇവിടെ വെടിവെച്ചുകളും കാര്യങ്ങളൊക്കെ കേൾക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ അവിടെ കുറേ പേര് കുളിക്കണം കേട്ടോ. ഉണ്ടല്ലേ, ഇവിടെ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല, നമ്മുടെ ഇന്ത്യയിലില്ല. അപ്പുറത്ത് നല്ല പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ട് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണെന്നാണ് കേട്ടത് കേട്ടോ. കണ്ടില്ലേ, BRO വെൽക്കം ടു ഇന്ത്യ മ്യാൻമാർ ഫ്രണ്ട്ഷിപ്പ് റോഡ് കേട്ടോ. കാരണം ക്രോസ് ചെയ്യാനൊക്കെ പറ്റാമെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ വന്ന് ഇതൊക്കെ കണ്ടിട്ടാ. കാരണം ഇതൊക്കെ ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. പക്ഷേ ഇത് ഓപ്പൺ അല്ല കേട്ടോ, ഇത് ജസ്റ്റ് ഒരു ബ്രിഡ്ജാണ്, അതിൻ്റെ അപ്പുറത്താണ് ബോർഡർ. അപ്പോൾ അത് ഭയങ്കര സന്തോഷം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു തമിഴ് സംഘം എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ടെന്നാണ് കേട്ടത്. അറിയില്ല കേട്ടോ, കാരണം മന്നയ്ക്ക് ഒരുപാട് തമിഴ് ഉള്ള ആൾക്കാരെ കണ്ടായിരുന്നു. പക്ഷേ അവരിവിടെ സെറ്റിലായതാണ് കേട്ടോ. അപ്പോൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകട്ടോ. അന്വേഷിക്കതേ ഒരു തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ ഒരാളെ കണ്ടുപിട്ടിയേട്ടാ. ആളിവിടെ സെറ്റിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ് എന്നാ പേര്? രവി. രവി. ഓ എന്നാ എങ്ക തമിഴ്നാട്ടിൽ എങ്ക ഊര്? தமிழ்நாட்டில் இல்லை, ஊர் தான் இங்கே தான் ஆயிடுச்சு. இங்கே தான் ஆயிடுச்சு. அங்கே தமிழ் எப்படி? ஓ தமிழ் எப்படி? தமிழ் இங்கே தான் ஃப்ரெண்டுங்க ரொம்ப இருக்காங்கல்ல. இங்கே ഒരുപാട് പേര് இருக்குது தமிழ். ഹലോ, നിങ്ങളെ പാത്തിൽ ரொம்ப സന്തോഷം. ഓക്കെ, മൂപ്പര് പോയേട്ടാ. പുള്ളി ഇവിടെ സെറ്റിലായതാന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പുള്ളി ഒരുപാട് വർഷങ്ങളായി ഇവിടെ, ഏകദേശം 30 വർഷമായിട്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ വന്ന് സെറ്റായത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, മ്യാൻമറിലെ ആളുകളുടെ വീടാണ് കാണുന്നത്. ആളുകളുടെ വീടാണോ അല്ലെങ്കിൽ ക്യാമ്പാണോ എന്നറിയില്ല കേട്ടോ. കണ്ടിട്ട് ക്യാമ്പായിട്ടാണ് തോന്നുന്നത്. കണ്ടില്ലേ, പിന്നെ ഈ ഒരു ബ്രിഡ്ജ് കണ്ടില്ലേ, ഈ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ നിന്നിട്ടാണ് നമ്മൾ ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തത്. അവിടെ ഒരു പട്ടാളക്കാരനൊക്കെ നിൽപ്പുണ്ട്. പുള്ളി അരുണാചൽ പ്രദേശുകാരനാണെന്ന് കേട്ടോ പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്തായാലും പയ്യെ അങ്ങോട്ട് മുമ്പോട്ട് പോകാം. ടെൻ്റ് അടിക്കാൻ ഒരു സ്ഥലം കിട്ടി. ഇവിടെ ഒരു ചർച്ച ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ കാണിച്ചതാണ്. ഇവിടെ നല്ല വെളിച്ചവും ഒരു ഇതുണ്ട്, പിന്നെ ഇരുട്ടുമായതുകൊണ്ടേ, അതായത് അതിൻ്റെ ലൈറ്റ് അടിക്കണ്ട കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ അതെ, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടെൻ്റ് അടിക്കണം. ഇവിടെ ഒരു കടക്കാരുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വണ്ടിക്ക് കണ്ടില്ലേ, ആ പുള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ പുള്ളീനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് ടെൻ്റ് അടിക്കാം കേട്ടോ. അപ്പോൾ ഇവർ ഇപ്പുറത്തെ വീട്ടുകാർ പായും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ഇവിടെ നിന്ന് രാവിലെ നോക്കുമ്പോൾ. പക്ഷെ എൻ്റെ മോനെ ഇത്ര കിട്ടില്ല വ്യൂ ആണോ. ഇതിലേ കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. രാവിലെ ഞാൻ കാണിച്ചു തരാം. അടിപൊളി കാഴ്ച ആയിക്കോട്ടെ ഇവിടെ നോക്കുമ്പോൾ. നമ്മളിപ്പോൾ ഒരുപാട് കയറ്റം കയറിയാട്ടോ വന്നത്. നമ്മുടെ സൈക്കിൾ തള്ളിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ ആ പുള്ളി അവിടെ ഉണ്ട്, ഞാൻ പുള്ളിനെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ പുള്ളിയാണ് കേട്ടോ സെറ്റ് ചെയ്ത് തന്നാ. അപ്പോൾ ഇവിടെ ടെൻ്റ് അടിച്ച് ഹായ് ഹായ് ടെൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുളിച്ച് ഒന്ന് സെറ്റായിട്ടാ. ഇവിടെ അടിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ കുളിച്ച് സെറ്റായി. നമ്മുടെ ആ ഒരു പുള്ളി പോയേട്ടാ. പുള്ളി പോയിട്ട് ഒരുപാട് നേരം തന്നെ. അപ്പോൾ കുളിച്ച് സെറ്റായി. പിന്നെ കുറച്ച് കോൾഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ടെൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് ഇപ്പോൾ സെറ്റായിട്ടാ. ഇവിടെ ക്ലാരിറ്റി ഭയങ്കര കുറവുണ്ട്. പിന്നെ അതെ നമ്മുടെ സൈക്കിൾ ഇവിടെ ഇപ്പം ഉണ്ട് കേട്ടോ. സൈക്കിൾ ചെക്കൻ ഇവിടെ ഉണ്ട്. നമ്മുടെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അടിച്ചാൽ വൈഡ് ഇടുമ്പോൾ ക്ലാരിറ്റി കിട്ടണില്ല. അപ്പോൾ അതാണ്. പിന്നെ അത് ഇവിടെ നല്ല വ്യൂ, എൻ്റെ മോന് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമ്മളെന്തായാലും ഇനിയിപ്പോൾ കിടന്നുറങ്ങാൻ പോണേണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം വരാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. കാരണം നമ്മുടെ വീഡിയോസൊക്കെ ഇപ്പോൾ വ്യൂസ് കാര്യങ്ങളൊക്കെ കുറവാണ്. ഇപ്പോഴും മാത്രമല്ല, എപ്പോഴും വ്യൂസ് കുറവാണ്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവും. കാരണം നമ്മളിപ്പോൾ യാത്ര ചെയ്യാനാണ് ഈ സൈക്കിളിലെ കുറച്ച് മെയിൻ്റെനൻസിൻ്റെ പൈസ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അതൊരു ടെൻ്റ് എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ ടെൻറ്റിൻ്റെ അടിയൊക്കെ കീറി പറഞ്ഞൊക്കെ ഇരിക്കുന്നത്. ഒരു 3 വർഷത്തിന് മേലായി പോയി ടെൻ്റ് എടുത്തിട്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കണം. എന്തായാലും നോക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ.